ദേവാധിദേവ ദേവേശ്വര സർവപ്രാണഭൃതാംബര പ്രാണിനാമപി നാമസ്യം മൃത്യുഞ്ജയ നമോസ്തുതേ. ഓം ദേവാധിദേവ ദേവേശ്വര സർവപ്രാണഭൃതാംബര പ്രാണിനാമപി നാമസ്യം മൃത്യുഞ്ജയ നമോസ്തുതേ. ഓം ദേവാധിദേവ ദേവേശ്വര സർവപ്രാണഭൃതാംബര പ്രാണിനാമപി നാമസ്യം മൃത്യുഞ്ജയ നമോസ്തുതേ. ദൈത്യഗുരു ശുക്രാചാര്യ, താങ്കളുടെ ആരാധന എന്നെ താങ്കളിലേക്ക് എത്തിച്ചു. പറയൂ, എന്ത് ഇച്ഛയോടെ തപസ് ചെയ്യുന്നു? എന്താണ് എന്നിൽ നിന്ന് ആവശ്യം? ഭഗവാൻ, അവിടുത്തെ ദർശനേച്ഛ പൂർണ്ണമായി. ഇനി ഒരിച്ഛ അവശേഷിക്കുന്നു. ഇച്ഛിച്ച വരം ആവശ്യപ്പെടൂ ശുക്രാചാര്യ. ഭഗവാൻ, ഞാൻ ഏത് മൃത്യുഞ്ജയ മന്ത്രസാധന ചെയ്തുവോ അത് സത്യമാകും എന്നെനിക്ക് വരം നൽകിയാലും അങ്ങയാൽ ശക്തി നൽകപ്പെട്ട ഈ മന്ത്രത്തിന്റെ പ്രഭാവത്താൽ എനിക്കാരെയും പുനർജീവിപ്പിക്കാനാകണം. തഥാസ്തു. എനിക്ക് മൃത്യുഞ്ജയ വരം ലഭിച്ചു. എനിക്കിനി ദൈത്യരാജൻ ജലന്ധരനെ തീർച്ചയായും വിശ്വജേതാവാക്കാൻ സാധിക്കും. ഇനി ബ്രഹ്മാണ്ടത്തിലെ ഒരു ശക്തിക്കും ത്രിലോകങ്ങളിലും അസുര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് തടയുവാൻ സാധ്യമല്ല. ദൈത്യഗുരു ശുക്രാചാര്യന് പ്രണാമം. ഇവളെന്റെ പുത്രി വൃന്ദ. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആയുഷ്മതി ഭവ. ദൈത്യഗുരു, കണ്ടില്ലേ, അങ്ങേ പ്രണമിക്കുമ്പോൾ പോലും ഇവൾ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുന്നു. ഒരു രാക്ഷസ കന്യകയായിട്ടും രാക്ഷസധർമ്മം ഇവൾ പരിത്യജിക്കുന്നു. എന്റെ ആജ്ഞയെ ലംഘിച്ചുകൂടി ഇവൾ ശിവാരാധനയിൽ മുഴുകുന്നു. അങ്ങ് ഇവൾക്ക് രാക്ഷസധർമ്മം ഉപദേശിക്കണം, പിന്നെ കൽപ്പിക്കണം ശിവഭക്തി ത്യജിക്കണമെന്ന്. എന്നിട്ട് മാനിച്ചില്ലെങ്കിൽ അങ്ങ് ഇവൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ തീർച്ചയായും നൽകണം. കാലനേമി, അനാവശ്യ ക്രോധം ബുദ്ധിയെ നശിപ്പിക്കുന്നു. ഒരാൾ ദേവനാകട്ടെ, ദാനവനോ മാനവനോ ആകട്ടെ, ഒരു കാര്യം സദാ ഓർമ്മിക്കണം. ഏതൊരു സിദ്ധിയും നേടുവാനായി ദേവകൃപ ആവശ്യമാകുന്നു. ആ ത്രിദേവന്മാരാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും. താങ്കൾ ഇത് മറന്നുപോയോ? നാം ദൈത്യഗുരുവായിട്ടുകൂടി ശിവാരാധന ചെയ്യുന്നു. ഭഗവാൻ ശിവനെ ആരാധിച്ച് അദ്ദേഹത്തിന്റെ കൃപ മൂലം നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം സിദ്ധിച്ചിട്ടുണ്ട്. ആ മന്ത്രം കൊണ്ട് നമുക്ക് ഏതൊരു മൃതപ്രാണിയെയും ജീവിപ്പിക്കാനാകും. മഹാനായ മഹാദേവന്റെ ഭക്തിയിൽ നിന്ന് വൃന്ദയെ തടഞ്ഞ് താങ്കൾ മഹാപരാധം ചെയ്യുന്നു. നാം താങ്കളുടെ ഈ ശിവദ്രോഹം ഒരിക്കലും ക്ഷമിക്കുകയില്ല. എന്റെ അജ്ഞാനം മൂലം പറഞ്ഞതാണ് ഗുരു, എന്നോട് ക്ഷമിച്ചാലും. നാം ക്ഷമിച്ചു കഴിഞ്ഞു കാലനേമി. ഇനി ഉടൻ തന്നെ താങ്കൾ കന്യാദാനം നിർവഹിക്കണം. ഇനി അധികം കാലം വൃന്ദ താങ്കളുമൊത്ത് വസിക്കരുത്. നാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ ഇവളുടെ വിവാഹം ശിവാംശത്തിന് അസുരരാജൻ ജലന്ധരനുമായി നടത്തണം. അങ്ങനെ ഇവൾക്ക് അങ്ങയുടെ ശകാരവും രോഷവും സഹിക്കേണ്ടി വരില്ല. ഇല്ല ദൈത്യഗുരു, ഇല്ല. ഇനി അങ്ങനെ ഉണ്ടാകില്ല. അങ്ങ് ഞങ്ങൾക്ക് ശുഭവാർത്ത അറിയിച്ചു ഗുരു. എന്റെ പുത്രിക്കായി യോഗ്യനായ വരനെ നിശ്ചയിച്ച് അങ്ങ് ഞങ്ങളെയെല്ലാം അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ ചിന്താമുക്തനാക്കി. ഇനി നാം ഈ വിവാഹത്തിന്റെ സന്ദേശവുമായി ജലന്ധരനെ സമീപിക്കും. പിതാവേ, കണ്ടില്ലേ അങ്ങ്? ശിവേച്ഛ മൂലം ശിവാരാധകൻ നമ്മെ എങ്ങനെ രക്ഷിച്ചുവെന്ന്. ശിവകൃപ, ശിവമായ, ശിവലീല അനന്തമാണ്. ഓം
നമഃ ശിവായ. ഓം നമഃ ശിവായ. എന്താണ് പ്രശ്നം ദേവി? ജഗത്തിൽ സമൃദ്ധിയുടെ ദേവി എന്ന് മാനിക്കപ്പെടുന്നു, എങ്കിലും അവിടുത്തെ മുഖം ചിന്താഗ്രസ്തമാണല്ലോ. കാരണം വിശേഷിച്ചൊന്നുമില്ല സ്വാമി. വിശേഷിച്ചൊന്നുമില്ലെങ്കിൽ സാധാരണ കാരണം എന്താണ്? ദേവിക്കറിയാമല്ലോ, ഈ പ്രപഞ്ചത്തിലെ യാതൊരു രഹസ്യവും എന്നിൽ നിന്ന് മറയ്ക്കാനാവില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം തന്നെ എന്താണ്? ചോദിക്കാതെ തന്നെ മനസ്സിലെ രഹസ്യം മനസ്സിലാക്കണം. എന്നിട്ട് എന്നോട് പറയണം എന്ത് മനസ്സിലാക്കി എന്ന്. ദേവി, അവിടുത്തെ ചിന്തയുടെ കാരണം ഇതല്ലേ? അപ്രതീക്ഷിതമായി ഒരു ശക്തിശാലി അസുരൻ ജന്മമെടുത്തിരിക്കുന്നു. അവൻ ത്രിലോകങ്ങളിലും ഉപദ്രവം തീർച്ചയായും ആരംഭിക്കും. അവൻ സമസ്ത ജീവജാലങ്ങൾക്ക് കഷ്ടമുണ്ടാക്കും, ധർമാത്മാക്കൾക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കും. അവൻ ദേവീദേവന്മാരെ പീഡിപ്പിക്കും. അതായത് പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു ബാധയായി അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. സ്വാമി, അവിടുന്ന് എന്റെ മനസ്സിലെ ആശങ്ക മനസ്സിലാക്കി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഭഗവാൻ ശിവന് ഭയങ്കരനായ ഒരു അസുരനെ ഈ ലോകത്തിൽ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ദേവി, അതിന്റെ ആവശ്യം അതെന്ന് അവിടത്തേക്ക് മനസ്സിലാകില്ല. പക്ഷേ ഭഗവാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അതായത് അനേകം സംഭവങ്ങളിൽ നിന്ന് ഒന്ന് സ്പഷ്ടമാണ്. ഭഗവാൻ ശിവന്റെ ലീല ആരംഭത്തിൽ വിചിത്രവും അനാവശ്യവും ഭയാവഹവുമായി തോന്നുമെന്ന്. പക്ഷെ അതിന്റെ അന്ത്യത്തിൽ എപ്പോഴും ധർമ്മരക്ഷയും ജഗത്തിനാകെ മംഗളവും സർവഹിതവും സംഭവിക്കുന്നെന്ന്. അതിനാൽ വ്യർത്ഥമായ ചിന്തകൾ ത്യജിച്ച് അവിടുത്തെ മനസ്സിനെ സന്തോഷത്തിലേക്ക് ആനയിക്കാൻ ശ്രമിക്കൂ ദേവി. നാരായണ നാരായണ. ശ്രീഹരി വിഷ്ണു, ദേവി ലക്ഷ്മി നാരദന്റെ പ്രണാമം സ്വീകരിച്ചാലും. സ്വാഗതം നാരദ. ശ്രീഹരി, ഞാൻ ഇന്ന് അങ്ങയ്ക്ക് ജലന്ധരനെ കുറിച്ചുള്ള വാർത്ത കൊണ്ടുവന്നിരിക്കുന്നു. നാരായണ നാരായണ. അവിടത്തേക്ക് അറിയാവുന്ന കാര്യം വാർത്തയാക്കുന്നത് എങ്ങനെ ശ്രീഹരി? വാർത്തകളും കൊണ്ട് വരുന്നു എന്നതല്ല സത്യം. വാർത്തകളും കൊണ്ടെന്ന ഭാവത്തിൽ വൈകുണ്ഠത്തിൽ വന്ന് നിങ്ങൾ ഇരുവരെയും ദർശിക്കുക, അതാണ് എന്റെ ഉദ്ദേശം. വിഷയം മാറ്റുക എന്നുള്ളതും നിന്റെ ലീലയുടെ ഒരു അംശം തന്നെയല്ലേ നാരദ? ദേവി, അതൊരിക്കലുമല്ല. എന്തുകൊണ്ടല്ല? നീ ഇവിടെ ഒരു വിശേഷ വാർത്തയും കൊണ്ട് വന്നതല്ലേ? ഇപ്പോൾ വൈകുണ്ഠത്തിൽ വരാനുള്ള സൂത്രമാണെന്ന് പറഞ്ഞ് വന്ന വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. ദേവി, ശ്രീഹരി സർവരുടെയും മനസ്സിലെ വിഷയം അറിയുന്നു. അദ്ദേഹത്തിന് എന്റെ മനോവ്യാപാരം അറിയാമെങ്കിൽ ഞാൻ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് മനസ്സിലുള്ളത് പറയാതിരുന്നത് കൊണ്ട് എന്താണ് ലാഭം? നാരായണ നാരായണ. നാരദ, ശ്രീഹരിക്ക് എല്ലാം അറിയാമെന്നത് സത്യം തന്നെ. പക്ഷേ ഇതും സത്യമല്ലേ, എല്ലാം അദ്ദേഹത്തോട് ചോദിക്കാനാകില്ലെന്ന്. അതിനാൽ ആ കാര്യം ഇവിടെ വന്ന് പറയണമെന്ന് നീ ഉദ്ദേശിച്ച ആ കാര്യം പറയണം. നാരായണ നാരായണ. അവിടുത്തെ ശാഠ്യവും ആഗ്രഹവും കണക്കിലെടുത്തുകൊണ്ട് ഞാൻ എന്റെ മനസ്സിലുള്ള വിഷയം പറയാൻ ദേവി. പക്ഷേ ഭയം തോന്നുന്നു, ഞാൻ അവിടുത്തെ കോപത്തിന് പാത്രമാകുമോ എന്ന്. കാരണം സത്യം കയ്പുള്ളതാണ് ദേവി. അത് പറയുന്ന ആൾക്ക് ധൈര്യവും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ക്ഷമയും ആവശ്യമുണ്ട്. പക്ഷെ കയ്പേറിയ സത്യം ഇതാണ് ദേവി, പറയുന്ന വ്യക്തി എങ്ങനെയെങ്കിലും ധൈര്യം സംഭരിച്ച് പറഞ്ഞെന്ന് വന്നേക്കും. പക്ഷെ കേൾക്കുന്ന വ്യക്തിയുടെ സംയമന ശക്തി ഏതോ വിധത്തിൽ നഷ്ടമായി പോകുന്നു. നാരായണ നാരായണ. നാരദ, ഈയിടെ നീ അധികം സംസാരിക്കുന്നു. ശരി ദേവി ലക്ഷ്മി, ഇനി അധികമില്ല. കേവലം സംക്ഷിപ്തമായി സത്യം പറയാം. അത് കേട്ടാൽ അവിടുന്ന് ആശ്ചര്യചകിതയായി തീരും. മാത്രമല്ല അസുരന്മാരോടുള്ള അവിടുത്തെ വീക്ഷണത്തിലും മാറ്റം വരും. അതിനു മുൻപായി നീ മാറണം. പറയൂ, എന്താണ് പറയാനുള്ളത്? സ്വാമി, അങ്ങ് പറയണം. നാരദൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേണ്ട ദേവി, നാരദന്റെ മുഖത്ത് നിന്ന് കേൾക്കുന്നതിന്റെ ആനന്ദം വേറെ തന്നെയാണ്. പറയൂ നാരദ, എന്താണ് വീക്ഷണത്തിൽ മാറ്റം വരുന്ന വാർത്ത? കേട്ടാലും ദേവി, അസുരരാജൻ ജലന്ധരൻ അവിടുത്തെ സഹോദരനാണ്. അതായത് അവിടുന്ന് അവന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, അവന്റെ വിനാശത്തെ കുറിച്ചാകില്ല. നാരദ, തന്നിൽ മുതിർന്നവരോട് ഹാസ്യവും പരിഹാസവും ഒരു പരിധിവരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ക്ഷമിക്കൂ മാതാവേ, ക്ഷമിക്കൂ. പക്ഷേ ഞാൻ തെറ്റായൊന്നും പറഞ്ഞില്ലല്ലോ. അസുരജാതിയുമായി എന്നെ ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുവോ? ഇല്ല 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 ദേവി, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അസുരരാജൻ ജലന്ധരനെ എന്റെ സഹോദരൻ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം പിന്നെ എന്താണ്? ഞാനും അസുരഗണമെന്നോ? അല്ല,
പിന്നെ സ്വാമി, അവിടുന്ന് ഇത്തരം അപ്രിയ വിനോദം മൗനമായി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. സത്യം മൗനമായി തന്നെ ശ്രവിക്കണം ദേവി ലക്ഷ്മി. വിനോദം അസത്യം പറയുന്നതല്ലേ? സ്വാമി, അങ്ങും നാരദന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു? തർക്ക വിതർക്കങ്ങൾക്കുള്ള എല്ലാ സാധ്യതയും ഒരു സത്യത്താൽ നഷ്ടമായിരിക്കുന്ന ദേവി ജലന്ധരൻ ദേവിയുടെ ഇളയ സഹോദരൻ തന്നെയാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെങ്ങനെ സംഭവ്യമാകും? സംഭവിച്ചിരിക്കുന്നു ദേവി. അവിടുത്തെ ജനനം സാഗരമന്ഥന സമയത്ത് സമുദ്രഗർഭത്തിൽ നിന്നുണ്ടായതല്ലേ? അതെ, എന്റെ ജനനം സമുദ്രത്തിൽ നിന്ന് തന്നെ. ജലന്ധരന്റെ ജനനവും സമുദ്രത്തിൽ നിന്ന് തന്നെയാണ്. അതായത് സമുദ്രമാണ് നിങ്ങൾ ഇരുവരുടെയും പിതാവ്. അങ്ങ് തന്നെ പറഞ്ഞാലും ദേവി, അവിടുന്ന് ജലന്ധരന്റെ സഹോദരിയാണോ അല്ലയോ എന്ന്. നാരായണ നാരായണ, അവിടത്തേക്ക് എന്റെ വിനോദമാണെന്ന് തോന്നിയത് ഇപ്പോഴിതാ സത്യമായി ഭവിച്ചു. ഈ സത്യം അംഗീകരിക്കുന്നതിൽ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല ദേവി. അങ്ങ് തന്നെ തീരുമാനിച്ചാലും ദേവി, ജലന്ധരനെ അവിടുന്ന് വെറുക്കണമോ അതോ സ്നേഹിക്കണോ? പ്രഭു, എന്താ നാരദൻ അങ്ങയുടെ പ്രേരണയാൽ വന്നതാണോ? ജഗത്തിലെ സർവ്വകാര്യവും അതെന്തായാലും ഒരാളുടെ പ്രേരണ മൂലം തന്നെ സംഭവിക്കുന്നു. tum